ഒരു മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഇപ്പം അമേരിക്കൻ കമ്പനിയായിട്ടൊക്കെ പോയി ഡീലൊന്നും കിട്ടാതെയൊക്കെ തോറ്റൊക്കെ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ ആദർശനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നമ്മൾ ആദർശമൊക്കെ നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണെങ്കിലും നമ്മളെ ജലജിക്കാണെങ്കിലും അഭിക്കാണെങ്കിലും നവ്യക്കൊക്കെ ആണെങ്കിലും നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവന്തികയ്ക്കാണെങ്കിലും ഉള്ളിൽ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവന്തിക ആണെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ അഭിനയിച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇത്രയ്ക്കധികം ഞാൻ സന്തോഷിച്ചിട്ടില്ല, എനിക്ക് അത്രയ്ക്ക് ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമായെന്ന് പറയുന്നുണ്ട്. അയാൾ എന്തായാലും തോറ്റല്ലോ, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നവ്യ പറയുന്നുണ്ട്, ഭയങ്കര അഭിമാനത്തോടെയൊക്കെ പറയുന്നുണ്ട്, എന്തായാലും എൻ ജ്വല്ലറിക്കാരാണെങ്കിൽ അവർ ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് അവർ എന്നെ മോഡലാക്കിയൊക്കെ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ജ്വല്ലറിക്കാരാണെങ്കിൽ നവ്യ വെച്ചിട്ടാണെങ്കിൽ അനന്തപുരിക്കാരത്തുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയാണ് നവ്യ എടുത്തതെന്നുള്ള കാര്യമൊന്നും നവ്യ അറിയുന്നില്ലല്ലോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ഇങ്ങനെ തോറ്റ് വരുമെന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിച്ച പോലും ഇല്ല. കാര്യം ഇത്രയും വർഷത്തിനിടയ്ക്കും ആദർശേട്ടൻ ഇതൊരിക്കലും അങ്ങനെ തോറ്റ ചരിത്രമൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഞാനും ഇതൊന്നും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും ദൈവം ഇപ്പം നമ്മളെ കൂടെ മോളെ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങനെയൊന്നും ഇപ്പം ഒരവസ്ഥ വരത്തില്ലല്ലോ. നമ്മളായിട്ട് ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ദൈവം കാണുവാണല്ലോ. അപ്പോൾ അതിനുള്ള ഒരു കൂലി അവർക്ക് കൊടുക്കാതിരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടന് പിന്നിൽ എന്തോ ഒരു വലിയ ശത്രു ഉണ്ട്, അതുകൊണ്ടാണ് ആദർശേട്ടൻ ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് തകർച്ചകളും കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ആരാണെന്ന് എനിക്ക് പോലും ഇതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും എൻ ജ്വല്ലറിയുടെ മുകളിൽ വേറെ വലിയ ആരോ ഉണ്ടെന്നാണ് എനിക്കും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അവർ പറയുന്നത് എന്തെങ്കിലും ആവട്ടെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല, എന്തായാലും ആദർശേട്ടന് എന്തായാലും ഒരിടത്തെങ്കിലും തോറ്റല്ലോ, അതെന്തായാലും എനിക്ക് വലിയ സന്തോഷമായെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ പിന്നെ എൻ ജ്വല്ലറിയിലെ ഡേവിഡിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അയാൾക്ക് പറയുന്നുണ്ട്, ഇതെങ്ങനെ നടന്നു, എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമായെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അയാൾ പറയുന്നുണ്ട്, അതെല്ലാം അഭി വിചാരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അഭിയാണെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ വിളിച്ച് ഞങ്ങളെ അറിയിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും അഭി ഇനിയും ഇങ്ങനെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയും വെക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ ഞങ്ങൾക്കും ഓരോ കാര്യങ്ങൾ അവർക്കെതിരെ അവരെ നശിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതൊക്കെ എന്തായാലും ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ന്യൂസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും, അപ്പം അതനുസരിച്ച് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അഭിയും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അഭി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആ വഴി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവനിത് ആരുടെ ഫോണിൽ സംസാരിക്കുന്നു, ഇവൻ ഭയങ്കര സന്തോഷമാണല്ലോ, ഇവിടെ ആണെങ്കിൽ ഇത്രയ്ക്കും നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടാണെങ്കിലും അവനിക്കൊന്നും ആ ഒരു ഇതുപോലും ഇല്ലല്ലോ, അവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇത് ആരുടെ സംസാരിക്കുന്നതെന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ ഇങ്ങനെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ മുത്തശ്ശനൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്, നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആരോ ഒറ്റ കൊടുത്തിട്ടാണ് നമുക്ക് ഇത്രയും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഉള്ള കാര്യം മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതിന് ഇവൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഒരു സംശയം മുത്തശ്ശനുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ അഭി എന്തായാലും അടുത്ത് സംസാരിക്കുന്ന അറിയാൻ വേണ്ടി മുത്തശ്ശൻ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം അഭിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഒരു അഹങ്കാരവും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഇവരാണ് ഏറ്റവും വലിയ മുൻപന്തിയിലൊക്കെ നിൽക്കുന്നതെന്നുള്ളൊരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ 8 നില പൊട്ടിയ രീതിയിലൊക്കെ ഇവരായല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അപ്പം എന്നെ കൊണ്ടുള്ള സഹായങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ ഭാര്യ മാത്രമല്ല ഭർത്താവാണെങ്കിലും അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്ന ഇവനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശനൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ സമയത്ത് ഡേവിഡ് ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്ക് ഇനി ഒരു ഫയലും കൂടെ ആവശ്യമുണ്ടെന്ന്, അതും കൂടെ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അഭി പറയുന്നുണ്ട്, അത് ഏത് ഫയലാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്കത് അടിച്ചു മാറ്റിയൊക്കെ ഞാൻ കൊണ്ട് തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തശ്ശൻ കേട്ടോണ്ടിരിക്കും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ ഇവനാണ് ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയിച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവനിനി ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, ഇവൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് ഇവനെ സഹിച്ച് ഇപ്പം ഞങ്ങളാണെങ്കിൽ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുക, അതുകൊണ്ട് എന്തായാലും ഇനി ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്. അബിയുടെ സംസാരം കൂടി വന്ന സമയത്താണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ ഇനി ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ നേരെ അബിയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അബിയുടെ ഉടുപ്പിൽ കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആരെയാടാ നീ ഫോൺ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ അടുത്ത് പലവട്ടവും പറഞ്ഞിട്ടുള്ളതാണ് എൻ ജ്വല്ലറിക്കാരുമായിട്ട് ഉള്ള എല്ലാ ഇതും നിർത്തിക്കോണം എന്ന് പറഞ്ഞിട്ട് നീ കേൾക്കാതെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ ചോർത്തി കൊടുക്കുക എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ദേഷിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയുടെ കയ്യിലിരുന്ന ഫോണാണെങ്കിൽ കട്ടായതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഡേവിഡ് ആണെങ്കിലൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ പലവട്ടവും പറഞ്ഞതാണ്, നിൻ്റെ എല്ലാ കാര്യങ്ങളും നവ്യടുത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നീ പിന്നെ വീണ്ടും ഈ കാര്യങ്ങൾ തന്നെയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ നിൻ്റെ ജീവിതം എങ്ങനെ ആയാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ അബിയാണെങ്കിൽ വലിച്ച് നേരെ നവ്യടുത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം നിൻ്റെ ജീവിതം സേഫ് ആക്കണം
എന്നുള്ള തലയെഴുത്തൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനന്തപുരി തറവാടാണെങ്കിൽ ഇപ്പോൾ ഇത്രയ്ക്കും ഈ ഒരു അവസ്ഥയിൽ പോയ ഏറ്റവും അതിലുള്ള പങ്ക് നിനക്കും നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ ഭാര്യയ്ക്കുമാണ്. അപ്പോൾ നിങ്ങളത് സഹിക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചുമോനാണ് ആദർശ്. അവൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു വീഴ്ച വന്നപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ അടുത്ത് പെരുമാറിയതൊക്കെ നീ ഇവിടെ കണ്ടുകൊണ്ടിരുന്നില്ലേ, അപ്പോൾ പിന്നെ നിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. നിൻ്റെ കെട്ടും പാണ്ടമൊക്കെ എടുത്തുകൊണ്ട് മര്യാദയ്ക്ക് നീ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അബിയടുത്താണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആണെങ്കിൽ അനന്തപുരം തറവാട്ടിൽ നിന്നാണെങ്കിൽ അടിച്ചൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയുടെ കൂടെ ആണെങ്കിൽ ജലജയും നവ്യയും കൂടെ ഇറക്കി വിട്ടാലേ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ എല്ലാവർക്കും അവസാനിപ്പിച്ചേനെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.